സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നതെപ്പോൾ എന്ന ഗ്രന്ഥത്തിലെ 28, 29, 30 അധ്യായങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവരെ ദൈവത്തിന് വേണം. ദൈവഭക്തിയെ സംബന്ധിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ ഇനി നമുക്ക് ചിന്തിക്കാം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. സദൃശവാക്യം 15:16. ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരുവൻ തെറ്റായ മാർഗത്തിലൂടെ ധനസമ്പാദനം നടത്തിയെന്ന് വരാം. എന്നാൽ അത് ജീവിതത്തിലെ ഒരു നന്മയായിട്ടല്ല, തിന്മയായിട്ടാണ് പിന്നീട് ഭവിക്കുന്നത്. എന്നാൽ അല്പമേ ഉള്ളുവെങ്കിലും അത് ദൈവഭയത്തിൽ ഉണ്ടാക്കിയതാണെങ്കിൽ അതാണ് നല്ലത്. തൻ്റെ നിക്ഷേപം മുഴുവനും കർത്താവിൽ കണ്ടെത്തുന്ന ഒരു ഭക്തന് ഈ ഭൂമിയിലെ സമ്പത്ത് വലിയ വിഷയമായിരിക്കുകയില്ല. എന്നാൽ ഈ നിലയിൽ കാര്യങ്ങളെ കാണുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഏതു മാർഗം അവലംബിച്ചാണെങ്കിലും സാരമില്ല, എങ്ങനെയെങ്കിലും ധനം വാരിക്കൂട്ടണമെന്ന ലോകത്തിൻ്റെ നിലപാടിനെതിരെ അല്പം മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിലും സാരമില്ല, അത് ദൈവഭക്തിയിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധം പറയുന്നവരായി നാം ഇരിക്കേണ്ടതാണ്. അങ്ങനെ പറയുന്നവർക്കായി ദൈവം തന്നെ പ്രവർത്തിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. യഹോവ തൻ്റെ ഭക്തന്മാരുടെ സംസാരത്തെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായിരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നതായി ദൈവവചനം പറയുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും എന്ന് മലാഖി 3:16, 17, 18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. യഹോഭക്തന്മാരുടെ ചിന്താവിഷയങ്ങൾ യഹോവയ്ക്കും താല്പര്യമുള്ളവയാണ്. ദൈവഭക്തിക്കൊത്ത കാര്യങ്ങളല്ലാതെ അവർക്ക് സംസാരിപ്പാനില്ല. കർത്താവ് തൻ്റെ ഭക്തന്മാരെ ആ നിലയിൽ കരുതും. മാത്രമല്ല, അവൻ അവരെ ആദരിക്കും. എത്ര വലിയ പദവിയാണ് ദൈവഭക്തന്മാർക്കുള്ളത്! ഇന്ന് ദൈവഭക്തന്മാർ മാന്യമായി മനുഷ്യരുടെ മുൻപിൽ എണ്ണപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെടുകയും സേവിക്കുകയും ചെയ്തതിൻ്റെ ഫലം ഒരു നാൾ അറിയുവാൻ പോവുകയാണ്. ദൈവഭക്തിയുടെ വേഷം കെട്ടൽ എന്താണ്? ചിന്തിക്കാം. പ്രിയ സ്നേഹിതരെ, ദൈവഭക്തിക്ക് സ്ഥാനമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അന്ത്യകാല ലക്ഷണങ്ങളെപ്പറ്റി പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായത്തിൽ മനുഷ്യർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. ഭക്തിയുടെ വേഷം. പള്ളി, പാട്ട്, പ്രാർത്ഥന, പ്രസംഗം, പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഇവയൊക്കെ യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണങ്ങൾ ആണെങ്കിൽ കഴിഞ്ഞ ഏത് കാലത്തേക്കാളും കൂടുതൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളും വേദപുസ്തക ജ്ഞാനവും ഉള്ള ഈ 20-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ കൂടുതൽ ഭക്തിയുള്ളവരായിരുന്നേനെ. എന്നാൽ അങ്ങനെയല്ല നാം കണ്ടുവരുന്നത്. പുറമേയുള്ള വ്യാജഭക്തിയുടെ നടനമല്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവഭക്തിയുടെ വ്യാപാരം കാണുവാൻ വളരെ പ്രയാസമാണ്. വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവർ എന്നൊക്കെ അഭിമാനിക്കുന്ന പലരുടെയും കാര്യം തന്നെ ഇപ്രകാരമാണ്. ജീവിതമില്ലാത്ത, ശക്തിയില്ലാത്ത ഭക്തി. ഈ ഭക്തി കേവലം വേഷഭക്തി മാത്രമാണ്, യഥാർത്ഥമല്ല. ക്രൈസ്തവ സഭകൾ എന്നറിയപ്പെടുന്ന പല കൂട്ടങ്ങളുടെയും നേതാക്കൾ, നായകന്മാർ, നടത്തിപ്പുകാർ ആദിയായവർ ദൈവഭക്തരല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇക്കാലത്ത് ഭക്തിയേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് ജനങ്ങൾക്കും സഭകൾക്കും വിഷയം. അതിനാൽ യഥാർത്ഥ ഭക്തരല്ലാത്ത ചില കഴിവും പ്രാപ്തിയുമുള്ളവർ അവരുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളും വിശുദ്ധമല്ലെങ്കിൽ പോലും നേതൃസ്ഥാനത്തേക്ക് വരികയും അവർ മുഖാന്തരം വിശ്വാസികൾ തന്നെയും തെറ്റിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്യുന്നു. അവരെ മാതൃകയായി വിചാരിക്കുന്ന അനേക വിശ്വാസികൾ തന്നെയും അവരുടെ രഹസ്യ ജീവിതത്തിലെ അനാത്മികത്വവും അശുദ്ധിയും കണ്ട് ദൈവവഴികൾ വിട്ടുപോകുവാൻ ഇടവരികയും ചെയ്യുന്നു. സഭകളെ നടത്തുവാൻ, ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ദൈവഭക്തരായ, യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവർക്കായി ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നേതൃസ്ഥാനത്ത് ദൈവഭക്തർ വന്നാൽ അത് അനേകരുടെ നന്മയ്ക്ക് കാരണമായി തീരും. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ യെരുശലേമിൻ്റെ ഇടിഞ്ഞുകിടക്കുന്ന മതിലിൻ്റെ പണി പൂർത്തിയാക്കിയ ശേഷം അധപ്പതിച്ചു കിടന്ന ദൈവജനത്തിനൊരു ഉദ്ധാരണം വരുത്തുവാൻ നെഹമ്യാവ് ശ്രദ്ധിച്ചു. അതിനുവേണ്ടി അവൻ ചെയ്ത ആദ്യ കാര്യം നെഹമ്യാവ് 7:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരുശലേമിന് അധിപതികളായി നിയമിച്ചു. ഇനി ശ്രദ്ധിക്കുക, ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ദൈവജനത്തിൻ്റെ നായകന്മാരായി ദൈവഭക്തരായവർ ഉണ്ടാകുക എന്നത് അതിപ്രധാനമായ ഒരു ആവശ്യമാണ്. ഒരു ദൈവഭക്തന് മാത്രമേ മറ്റുള്ളവരെ ദൈവഭക്തിയുടെ മാർഗത്തിൽ നടത്തുവാൻ കഴിയുകയുള്ളൂ എന്നത് സ്പഷ്ടമാണല്ലോ. ഇതുപോലെയുള്ള ഹനന്യാവുമാരെ മറ്റുള്ളവരെക്കാൾ അധികമായി ദൈവത്തെ ഭയപ്പെടുന്നവരെ ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമോ? ദൈവഭയമോ മനുഷ്യഭയമോ ഇന്ന് മനുഷ്യരിൽ കാണുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ദൈവഭയത്തിനെതിരെയുള്ള ഒന്നാണ് മനുഷ്യഭയം.
മനുഷ്യരെ ഭയപ്പെട്ട് അവരുടെ മാനം അന്വേഷിച്ച് ദൈവവഴികളെ ഉപേക്ഷിച്ച് കളഞ്ഞ ബുദ്ധിഹീനർ അനേകരാണ്. മനുഷ്യഭയം ഒരു കെണിയാകുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 29-25 പറഞ്ഞിട്ടുണ്ട്. ഈ കെണിയിൽ കുടുങ്ങി അനേകർ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ താറുമാറാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവന് മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരുവൻ ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ മുട്ടുമടക്കുവാൻ ആവശ്യം വരികയില്ല. അനേകരും മനുഷ്യരാലുള്ള മാനം പ്രധാനമാക്കി ദൈവത്താലുള്ള മാനം വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്. യോഹന്നാൻ 12:42-43 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മനുഷ്യരെ ഭയപ്പെടുന്നത് കൊണ്ടാണ് കർത്താവിനെ അവർ പരസ്യമായി ഏറ്റുപറയാത്തത്. എന്നാൽ അത് മുഖാന്തരം കർത്താവിനെ പരസ്യമായി ഏറ്റുപറഞ്ഞ് അവൻ്റെ സാക്ഷികളാകുവാനുള്ള വലിയ പദവി അവർ നഷ്ടപ്പെടുത്തി. മനുഷ്യർ അനേകം കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും മറ്റു മനുഷ്യരെ ഭയന്നിട്ടാണ്. എന്നാൽ യഥാർത്ഥ ദൈവഭക്തനാകട്ടെ ദൈവത്തെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്: തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? യോഹന്നാൻ 5:44. മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യുന്നത് ദൈവത്തെ ഭയപ്പെടുന്നതിനും അവൻ്റെ വഴികളിൽ അവനെ പ്രസാദിപ്പിച്ച് നടക്കുന്നതിനും ഒരു തടസ്സമാണ്. ഈ തലത്തിൽ നാം വഞ്ചിക്കപ്പെട്ട് പോകാതെ ദൈവത്താലുള്ള മാനം അന്വേഷിക്കേണ്ടതാണ്. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. 2 തിമോഥെയോസ് 3:19 നോക്കുക. ഈ ലോകം ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും എതിരാകിയാൽ ദൈവഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ന്യായമായും ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഒരു ദൈവഭക്തൻ്റെ വഴി ലോകത്തിൻ്റെ വഴികൾക്കും അശുദ്ധിയുടെ മാർഗത്തിനും എതിരാകിയാൽ അതിൻ്റേതായ എതിർപ്പുകളും പ്രയാസങ്ങളും അനുദിന ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഇരുന്ന് ഈ ഉപദ്രവങ്ങളുടെ മധ്യേയും സന്തോഷമായും സമാധാനമായും ജയാളിയായി ജീവിപ്പാൻ സഹായിക്കും എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ ദൈവഭക്തിയുടെ മാർഗത്തിലൂടെ ഈ ഭൂമിയിലെ നിങ്ങളുടെ ശിഷ്ടായുസ് കഴിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? അതിനായുള്ള വാഞ്ചയും ആഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? അതിനാവശ്യമായ കൃപയ്ക്കായി നിങ്ങൾ ദൈവസേനയിൽ യാചിക്കുന്നെങ്കിൽ ദൈവം തീർച്ചയായും കൃപ നൽകും. ദൈവഭക്തിയോടെ ജീവിക്കുക എന്നതാണ് ലോക ജീവിതത്തിൽ സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും ചെയ്യുക എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ആവർത്തനം 10:12-13 വാക്യങ്ങൾ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി എന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയ സ്നേഹിത, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സകലത്തിൻ്റെയും സാരം ഇതാകുന്നു: ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊന്നും തന്നെ സാധിച്ചില്ലെങ്കിലും ദൈവഭക്തിയോടെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൃപ ചെയ്യണമേ. ആമേൻ. അധ്യായം 29. കൃപയുടെ പ്രമാണത്തിൻ്റെ ഔന്നത്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയവിചാരങ്ങളെ ശുദ്ധമായി കാക്കുവാൻ കഴിയുമോ? പ്രായോഗികമായി ഇതെങ്ങനെ സാധ്യമാകും? പഴയ പ്രമാണത്തിൻ്റെ കീഴിൽ പാപം പ്രവൃത്തികളിൽ വെളിപ്പെട്ടാലല്ലാതെ ന്യായപ്രമാണത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. ഉദാഹരണമായി, ഒരു കൊല ചെയ്താൽ ന്യായപ്രമാണം അവനെ പിടികൂടി ശിക്ഷിക്കുന്നു. എന്നാൽ കൊലപാതകത്തിൻ്റെ ഹേതുവായ പക, വിദ്വേഷം, വെറുപ്പ് ഇവ ഒരുവനിൽ ഉണ്ടായി എന്ന് വെച്ച് ന്യായപ്രമാണം അവനെ പിടികൂടുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പുറമെ വെളിപ്പെടുന്ന പാപം അഥവാ പാപപ്രവൃത്തിയായിരുന്ന ന്യായപ്രമാണത്തിന് പാപപ്രവൃത്തിയായിരുന്നു ന്യായപ്രമാണത്തിന് വിഷയം. ഒരുവൻ വ്യഭിചാരകർമ്മത്തിൽ പിടിപെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടണമായിരുന്നു. എന്നാൽ അശുദ്ധ ചിന്ത ഒരുവനിൽ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ന്യായപ്രമാണം പറയുന്നില്ല. ന്യായപ്രമാണം പ്രധാനമായും പുറമേയുള്ളതുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ കൃപയുടെ പ്രമാണം മനുഷ്യൻ്റെ അകമേയുള്ളതുമായി തന്നെ ബന്ധപ്പെടുന്നു. വ്യഭിചാരകർമ്മം സംഭവിക്കാതെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, അശുദ്ധ ചിന്ത പോലും വന്ന് പാപത്താൽ മലിനപ്പെടാതിരിക്കുവാൻ അശുദ്ധമായ ചിന്തയ്ക്കുള്ള പരീക്ഷ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ അതിനെ ജയിക്കുവാൻ സഹായിക്കുന്നതാണ് ദൈവകൃപ. ന്യായപ്രമാണം എന്ന ലേപനൌഷധം എന്താണ്? ന്യായപ്രമാണം ഒരുവനിൽ ഉണ്ടാക്കുന്ന പരുക്കൾക്കും വ്രണങ്ങൾക്കും പുറമെ പുരട്ടുവാൻ ഉള്ള മരുന്ന് കൊടുക്കുന്ന ഒരു വൈദ്യന് തുല്യമാണ്. പരുക്കളിന്മേൽ ഈ മരുന്ന് പുരട്ടുന്നത് നിമിത്തം അത് വലുതാകാതെ
ശമിക്കുവാനിടയാകുന്നു. എന്നാൽ ഈ പരു ഉണ്ടാകുവാനുള്ള കാരണം രക്തത്തിലെ എന്തെങ്കിലും കുഴപ്പം ആയിരിക്കാം. എന്നാൽ ന്യായപ്രമാണമാകുന്ന വൈദ്യൻ പുറമേ വെളിപ്പെടുന്ന വ്രണത്തിനാണ് ചികിത്സിക്കുന്നത്. വ്രണമുണ്ടാകുവാനുള്ള മൂല കാരണം കണ്ടുപിടിച്ച് അതിനെ പ്രതിവിധി ചെയ്യുന്നില്ല. എന്നാൽ കൃപയുടെ പ്രമാണമാകട്ടെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ഒരു വൈദ്യന് തുല്യമാണ്. അയാൾ വ്രണത്തെ അല്ല, വ്രണമുണ്ടാകുവാൻ കാരണമായ ആന്തരിക കുഴപ്പത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നു. അകത്തെ അശുദ്ധി നീങ്ങിക്കഴിഞ്ഞാൽ പുറമേയുള്ള വ്രണം കരിയും എന്നുള്ളതിന് സംശയമില്ലല്ലോ. ഒരു രോഗലക്ഷണത്തെയും മറ്റൊന്ന് രോഗത്തിൻ്റെ മൂലകാരണത്തെയുമാണ് ചികിത്സിക്കുന്നത്. ഈ ആൻറ്റിബയോട്ടിക് വന്നു കഴിഞ്ഞാൽ പുറമേ പുരട്ടുന്ന ലേപനാഔഷധത്തിൻ്റെ ആവശ്യം ഇനിയില്ല. ലേപനാഔഷധം ചീത്തയായതുകൊണ്ടല്ല, അതിനേക്കാൾ ശക്തമായി രോഗകാരണത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുവാനുള്ള കഴിവുള്ള ശക്തി കൂടിയ ഔഷധം ഇന്ന് ലഭ്യമായതിനാലാണ് അത് വേണ്ട എന്ന് പറയുന്നത്. ഭാര്യയോട് കയ്പായിരിക്കരുതെന്ന് കൃപയുടെ പ്രമാണത്തിന് ഞാൻ അധീനനാകുമ്പോൾ ഭാര്യയെ ഉപദ്രവിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ തന്നെ എനിക്ക് ആവശ്യമില്ല. സഹോദരനോട് ഹൃദയത്തിൽ തന്നെയും കോപിക്കാതിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ഞാൻ വിധേയനായാൽ കൊല ചെയ്യരുത് എന്ന പ്രമാണത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി. ആ പ്രമാണത്തിൻ്റെ ആവശ്യം ഇന്നെനിക്കില്ല. ന്യായപ്രമാണത്തേക്കാൾ ഉന്നതമാണ് കൃപയുടെ പ്രമാണം. ന്യായപ്രമാണം മനുഷ്യൻ്റെ പുറം വെടിപ്പാക്കുമ്പോൾ കൃപ മനുഷ്യൻ്റെ അകം അഥവാ അശുദ്ധി പുറത്തേക്ക് വരുവാൻ ഇടയാകാതെ വെടിപ്പാക്കുന്നു. യേശുക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ ന്യായപ്രമാണത്തേക്കാൾ ഉന്നതമായ കൃപയുടെ പ്രമാണങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേൾക്കുക. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. മത്തായി 5:21-22 വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. വാക്യം 27-28. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്ത് ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. വാക്യം 38. കൂട്ടുകാരനെ സ്നേഹിക്കാമെന്നും ശത്രുവിനെ പഴിക്കാമെന്നും അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വാക്യം 43-44. മോശയേക്കാൾ ക്രിസ്തു എത്ര വലിയവനാണോ, ന്യായപ്രമാണത്തേക്കാൾ കൃപയുടെ പ്രമാണം അത്ര തന്നെ ഉന്നതമാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തേക്കാൾ ക്രിസ്തുവിൻ്റെ രക്തം എത്ര ഗുണകരമാണോ അത്രയും ഗുണകരമാണ് ന്യായപ്രമാണത്തേക്കാൾ കൃപ. ന്യായപ്രമാണം പറഞ്ഞതിനേക്കാൾ ഉന്നതമായ ഒരു നിലയിലേക്ക് ക്രിസ്തു ഇതാ ഇവിടെ ജനത്തെ ഉയർത്തുകയാണ്. ഈ പുതിയ പ്രമാണത്തിന് കീഴിൽ കോപിക്കുവാൻ ഹൃദയത്തിൽ പ്രേരണയുണ്ടാകുമ്പോൾ അതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ലഭ്യമാണ്. കോപിക്കാതിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം എന്നെ സഹായിക്കുന്നു. മോഹിക്കാനുള്ള പരീക്ഷ ഉണ്ടാകുമ്പോൾ അതിനധീനപ്പെടാതെ അതിനെ ജയിക്കുവാൻ ആവശ്യമായ സഹായം ദൈവം തൻ്റെ ആത്മാവ് നിമിത്തം എനിക്ക് തരുന്നു. അപ്പോൾ ഹൃദയത്തിൽ വെച്ച് തന്നെ പാപത്തിനുള്ള പ്രേരണ നുള്ളിക്കളയപ്പെടുകയാണ്. അതിനാൽ ആ പാപം ചെയ്യാതിരിക്കുവാൻ എനിക്ക് സാധിക്കും. ദൈവം നൽകുവാനിരിക്കുന്ന പുതിയ പ്രമാണത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ദൈവം അരുളി ചെയ്യുമ്പോൾ തന്നെ ഈ പ്രമാണം ആന്തരികമായതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. യെഹെസ്കേൽ 36-26-27 വാക്യങ്ങൾ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഫിലിപ്പർ 2:13. സമാധാനത്തിൻ്റെ ദൈവം തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. എബ്രായർ 13:20-21 വാക്യങ്ങൾ. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ പുതിയ പ്രമാണത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ആന്തരിക ജീവിതത്തിൽ മറ്റാരും അറിയാത്ത, കാണാത്ത ജീവിത തലങ്ങളിൽ വിശുദ്ധമായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കും എന്നുള്ളത് ഒരു സദ്വാർത്ത തന്നെയാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമായി ഇന്ന് നമുക്ക് കൃപയുടെ പ്രമാണത്തിന് കീഴിൽ ജീവിക്കാം. അതിനാൽ യാതൊരു പാപവും നമ്മുടെ മേൽ കർത്തൃത്വം നടത്തേണ്ട ആവശ്യമില്ല എന്ന് റോമർ 6:14 പറയുന്നു. ന്യായപ്രമാണം കൽപ്പലകളിൽ എഴുതിയിരുന്നെങ്കിൽ കൃപയുടെ പ്രമാണം മാംസളമായുള്ള എൻ്റെ ഹൃദയത്തിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണം ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ടിരുന്നത് 10 കൽപ്പനകളാണ്. കൊല്ലുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരുവന് കൊല ചെയ്യരുത് എന്ന പ്രമാണത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ന്യായപ്രമാണം ചെയ്തിരുന്നത്. എന്നാൽ കൃപയിൻ കീഴിലൂടെ ന്യായപ്രമാണത്തിലേക്കല്ല, യേശുക്രിസ്തുവിങ്കിലേക്ക്, അവൻ്റെ തേജസ്സിങ്കിലേക്കും അവൻ്റെ മാതൃകയിലേക്കും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നയിക്കുന്നു. ശകാരിക്കുവാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ശകാരിക്കരുത് എന്ന വേദപ്രമാണത്തിലേക്ക് എന്നതിനേക്കാൾ ഉപരിയായി തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ച യേശുവിങ്കിലേക്ക്
ദൈവാത്മാവ് എന്നെ കൊണ്ടുപോകുന്നു. പഴയ നിയമത്തിൽ ഒരു പ്രമാണം മുമ്പിലുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു മാതൃകയാണ് മുമ്പിലുള്ളത്. നിങ്ങൾ അവൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവിനെ പറ്റി പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അനുഗമിക്കുവാൻ എത്ര യോഗ്യമായ ഒരു മാതൃക, എത്ര യോഗ്യനായ ഒരു പുരുഷൻ! ഈ പുതിയ നിയമത്തിൻ കീഴിൽ ഹൃദയത്തെ തന്നെ ശുദ്ധമായി കാത്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ മുൻപാകെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാവശ്യമായ ദൈവകൃപയ്ക്കായി നാം കൃപാസനത്തിനടുത്ത് ചെല്ലുമെങ്കിൽ അവൻ കൃപ തരും. കൃപയാൽ അവൻ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ എന്നെ സഹായിക്കുന്ന കൃപയുടെ പ്രമാണത്തിനായി സ്തോത്രം. ക്രിസ്തു എന്ന ഉന്നത മാതൃകയിലേക്ക് ദിനംപ്രതി വളരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. അധ്യായം 30. ക്രിസ്ത്യ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. പാപം ചെയ്യാതെ ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകുവാൻ തയ്യാറായിരിക്കെ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി പലപ്പോഴും പാപത്തിൽ വീഴുന്നത്? പാപത്തിൽ വീഴാനുള്ള കാരണങ്ങൾ നാം മനസ്സിലാക്കിയാൽ അവയെ സൂക്ഷിച്ചൊഴിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാൽ നാം പാപത്തിൽ വീഴാനുള്ള ചില കാരണങ്ങളെപ്പറ്റി ഇനി ചിന്തിക്കാം. ഒന്നാമതായി, ദൈവഭയമില്ലായ്മ അതിന് പ്രധാന കാരണമാണ്. യഹോവാഭക്തി അഥവാ ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നും മനുഷ്യർ ദൈവഭയം നിമിത്തം സകലവിധ ദോഷവും വിട്ടകലുന്നു എന്നും നാം നേരത്തെ ചിന്തിച്ചു. അനേക വിശ്വാസികളും വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടാതെ മനുഷ്യരെ മാത്രം ഭയപ്പെടുകയും അവരുടെ മുൻപാകെയുള്ള മാനവും സൽപ്പേരും മാത്രം ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ മനുഷ്യർ കാണാത്ത തങ്ങളുടെ രഹസ്യ ജീവിത തലങ്ങളെയും ചിന്താജീവിതത്തെയും ശുചിയായി കാക്കുവാൻ അവർ ശ്രമിക്കുന്നില്ല. ഈ തലങ്ങളിലെ പരാജയം മറ്റുള്ളവർ അറിയുകയോ തങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ലല്ലോ. എന്നാൽ തങ്ങളെ എപ്പോഴും കാണുകയും സകല രഹസ്യങ്ങളും അറിയുകയും ചെയ്യുന്ന ദൈവം സകല കാര്യങ്ങളെയും അറിയുന്നല്ലോ. ഇത് ദൈവത്തിന് അനിഷ്ടമാണല്ലോ എന്ന് ഓർക്കുകയും ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. തങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ മതിപ്പ് നഷ്ടപ്പെടാതിരിക്കുവാൻ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ചെയ്യുവാൻ മുതിരാത്ത അതേ പാപങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർ ചെയ്യുന്നു. അതിനാൽ രഹസ്യപാപങ്ങൾ ജീവിതത്തിൽ പിന്നെയും അവശേഷിക്കുന്നു. പാപത്തിന്മേലുള്ള വിജയമില്ലാതെ ജീവിതം തുടരുകയും ചെയ്യുന്നു. അതിനാൽ തുടരെ ഇക്കൂട്ടർ പാപത്തിൽ വീണുപോകുവാൻ ഇടവരുന്നു. പ്രിയരെ, നാം വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? എൻ്റെ ജീവിതം മനുഷ്യരുടെ മുൻപാകെ ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ? ദൈവഭയത്തിനു വേണ്ടി ശബ്ദമുയർത്തി നിലവിളിക്കുകയും അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുകയും ചെയ്യുമെങ്കിൽ നാം ദൈവഭയം കണ്ടെത്തും. സദൃശവാക്യം 2:3-5 വരെയുള്ള വാക്യങ്ങൾ. നാം ഇതിന് തയ്യാറാണോ? പുറമേയുള്ള പാപങ്ങളെപ്പറ്റി നാം ദുഃഖിക്കുന്നത് പോലെ തന്നെ അകമേയുള്ള പാപങ്ങളെപ്പറ്റിയും നാം ദുഃഖിക്കുന്നുവെങ്കിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിയും. സ്വയത്തുള്ള ആശ്രയം മറ്റൊരു ഘടകമാണ്. അനേക വിശ്വാസികളും തങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് സ്വയത്തുള്ള ആശ്രയ നിമിത്തമാണ്. തങ്ങൾ ശക്തരാണെന്നും ആത്മീയരാണെന്നും സ്വന്തം കഴിവുകൊണ്ട് ജയജീവിതം നയിക്കാമെന്നും ഇവർ ചിന്തിക്കുന്നു. സ്വന്തമായ നിശ്ചയദാർഢ്യം, തീരുമാനശക്തി, അച്ചടക്കം എന്നിവ നിമിത്തം പാപങ്ങളെ ജയിക്കാമെന്നിവർ ആശിക്കുന്നു. ഇവർ തങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് ബോധവാന്മാരാകാതെ അതിൽ ആശ്രയം വയ്ക്കുന്നു. ജഡം ബലഹീനമാണെന്ന് മത്തായി 26:41 കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് റോമർ 7:18 പൗലോസും പറയുന്നു. പൗലോസ് ഫിലിപ്പർ 2:3 പറയുന്നത് നാമല്ലോ പരിച്ഛേദനക്കാർ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം തന്നെ എന്നാണ്. നമ്മുടെ സ്വയത്തുള്ള ആശ്രയം എന്നും നമ്മെ പരാജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. പത്രോസ് ഇതിനൊരു നല്ല ഉദാഹരണമാണ്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് ജഡത്തിൽ ആശ്രയിച്ച് പറഞ്ഞ പത്രോസ് അല്പസമയത്തിന് ശേഷം കർത്താവിനെ തള്ളിപ്പറയുന്നു. തൻ്റെ ഉറച്ച തീരുമാനമെല്ലാം അവിടെ പരാജയപ്പെട്ടു. പത്രോസിൻ്റെ സ്വയാശ്രയം തകർക്കുവാൻ ഇത് സഹായകമായി ഭവിച്ചു. നമ്മുടെ ജഡം ബലഹീനമായതിനാലാണ് യൗവനമോഹങ്ങളോട് എതിർത്ത് നിൽക്കാതെ അവയെ വിട്ടോടുവാൻ ദൈവവചനം നമ്മോട് പറയുന്നത്. 2 തിമോഥെയോസ് 2:22. നമ്മുടെ ശക്തി കൊണ്ട് അവയെ എതിരിട്ട് തോൽപ്പിക്കുവാൻ നിന്നാൽ പരാജയപ്പെടും എന്നതിന് സംശയമില്ല. മേൽപ്പറഞ്ഞ പ്രബോധനം പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് നൽകുന്നതാണല്ലോ. വളരെ ആത്മീയനായ തിമോഥെയോസിനോട് പോലും ഇത് പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യമുണ്ടായിരുന്നു എന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ കാണിക്കുന്നു. എന്നാൽ തൻ്റെ ജഡം ബലഹീനമാണെന്ന ബോധ്യം ഉള്ളവന് മാത്രമേ ഈ കാര്യം അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ തൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്നറിയുന്നവൻ മാത്രമേ സഹായത്തിനായി കർത്താവിൽ ആശ്രയിക്കുകയും ചാരുകയും ചെയ്യുകയുള്ളൂ. രോഗത്തെക്കുറിച്ച് ബോധമുള്ള ഒരുവൻ മാത്രമേ വൈദ്യൻ്റെ സഹായം തേടുകയുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് ബോധവാനാകുന്നവൻ്റെ ജീവിതത്തിൽ മാത്രമേ ദൈവകൃപ തികഞ്ഞു വരികയുള്ളൂ. എൻ്റെ കൃപ നിനക്ക് മതി എന്ന പൗലോസിനോടുള്ള കർത്താവിൻ്റെ വാക്കുകൾ ഏവരോടും ഉള്ളതാണ്. നാം എല്ലാവരും ബലഹീനരായതിനാൽ വീഴ്ച കൂടാതെ ജീവിക്കണമെങ്കിൽ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരേണ്ടത് ആവശ്യമാണ്. നമുക്ക് സ്വയാശ്രയം അവസാനിപ്പിച്ച കർത്താവിൽ ചാരാം. നമ്മുടെ ഉന്നതഭാവം പലപ്പോഴും പരാജയത്തിന് കാരണമാകാറുണ്ട്.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പരാജയപ്പെടുവാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് നമ്മുടെ ഗർവം അഥവാ ഉന്നതഭാവം. താഴ്മയില്ലാതിരിക്കുന്ന അവസ്ഥയാണല്ലോ ഗർവം എന്ന് പറയുന്നത്. തങ്ങളുടെ ബലഹീനതകളെ സമ്മതിക്കുവാനും കുറവുകളെ ദൈവം മുൻപാകെ ഏറ്റുപറയുവാനും മനസ്സില്ലാതിരിക്കുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് വന്ന് പോകാവുന്നതാണ്. ഞാൻ എന്നിൽ തന്നെ ഏറ്റവും കൊള്ളരുതാത്തവനാണെന്നും എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്നും ദൈവസേനയിൽ എപ്പോഴും സമ്മതിച്ചുകൊണ്ട് ജീവിക്കാത്തതിനാൽ നാം പാപത്തിൽ വീഴുവാൻ ഇടയാകുന്നു. നമ്മുടെ ഗർവനിമിത്തം പാപത്തെ ജയിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭ്യമല്ലാതെ വരുന്നു എന്നാണല്ലോ വചനം 1 പത്രോസ് 5:5. താഴ്മയില്ലാത്തവർക്ക് കൃപ ലഭിക്കുകയില്ല എന്നത് സ്പഷ്ടമാണല്ലോ. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന ഉന്നതമായ കാര്യങ്ങളും നല്ല അഭിപ്രായങ്ങളും നിമിത്തം ഉന്നത ഭാവികളായി നാം തീർന്നാൽ പിന്നീട് ഏതെങ്കിലും കാര്യത്തിൽ കുറവുള്ളവനാണെന്ന് സമ്മതിക്കുന്നത് നമുക്ക് പ്രയാസമായി വരുന്നു. മറ്റുള്ളവരുടെ മുൻപാകെയും എൻ്റെ സ്വന്തം ദൃഷ്ടിയിലും ഞാൻ ചെറുതാകാൻ മനസ്സില്ലാത്തവനായി തീരും. നമ്മെ തന്നെ ദൈവസേനയിൽ താഴ്ത്തിയെങ്കിലേ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവൻ നമ്മെ ഉയർത്തുകയുള്ളൂ. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്ന ദൈവവചനം പറയുന്നത് അത്ര ശരിയാണ്. ദൈവസേനയിൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ മാത്രമേ തൻ്റെ സഹായത്തിനായി അവനോട് നിലവിളിക്കുകയുള്ളൂ. പ്രിയ സ്നേഹിതരെ, നാം ദൈവഭയത്തിൽ ജീവിക്കുന്നവരും ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിൽ താല്പര്യമുള്ളവരുമാണോ, അതോ മനുഷ്യരുടെ മുൻപാകെ നല്ല സാക്ഷ്യമുണ്ട് എന്നതിൽ തൃപ്തി അടയുന്നവരാണോ? നമ്മുടെ സ്വയത്തിൽ ഏതെങ്കിലും അളവിൽ നാം ആശ്രയിക്കുന്നുണ്ടോ? നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് ശരിയായ ബോധം നമുക്കുണ്ടോ? നാം ബലഹീനരാണെന്ന് ദൈവം മുമ്പിൽ സമ്മതിക്കുവാനുള്ള വിനയം നമുക്കുണ്ടോ? ഈ കാര്യങ്ങളിൽ നാം സൂക്ഷിക്കുന്നുവെങ്കിൽ വീഴാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൽ നിന്ന് ധാരാളം കൃപ ലഭിക്കുവാൻ കഴിയും. കൃപയാൽ വിജയജീവിതം അപ്പോൾ നമുക്ക് സാധ്യമായി തീരും. തികഞ്ഞവരായി എന്ന ചിന്ത നമ്മെ പരാജയത്തിലേക്ക് നയിക്കും. വിശ്വാസികളിൽ ഒരു നല്ല പങ്കും തങ്ങളുടെ കാര്യങ്ങൾ മിക്കവാറും എല്ലാം ശരിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭാ കൂട്ടായ്മയിലാകുന്നതോടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം മിക്കവാറും ആയി എന്നാണ് പലരുടെയും ധാരണ. സാധാരണ മനുഷ്യർ തെറ്റായി കണക്കാക്കുന്ന പുകവലി, മദ്യപാനം മുതലായവയൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനാൽ തങ്ങൾ ആത്മീയരാണ് എന്നവർ ചിന്തിക്കുന്നു. അസൂയ, കോപം, വേണ്ടാത്ത ചിന്തകൾ, ദുർഭാഷണം ഇവയൊന്നും വലിയ പാപങ്ങളായി അവർ ചിന്തിക്കുകയോ കണക്കാക്കുകയോ ചെയ്യുന്നില്ല. അതൊന്നും അത്ര ഗൗരവമുള്ളതായി അവർ കരുതുന്നില്ല. അതിനാൽ അറിയാതെ തന്നെ വീണ്ടും വീണ്ടും ആ പാപത്തിൽ അവർ വീഴുന്നു. അതിൽ വീഴാതിരിക്കുവാൻ പ്രത്യേക ശ്രമങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല താനും. ക്രിസ്തീയ ജീവിതത്തിൽ ഇനി കൂടുതലായി വളരുവാൻ എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ അവർ കണക്കാക്കുന്നില്ല. എത്ര ദുഃഖകരമായ അവസ്ഥ! മറ്റുള്ളവരെക്കാൾ തങ്ങൾ ഒട്ടും മോശമല്ല എന്ന ചിന്താഗതി മറ്റു വിശ്വാസികളുമായി അവർ തങ്ങളെ തന്നെ തുലനപ്പെടുത്തുന്നതിനാൽ ഉണ്ടാകുന്നതാണ്. ദൈവവചനത്തിൻ്റെ നിലവാരവുമായിട്ടാണ് തങ്ങളെ തട്ടിച്ചു നോക്കേണ്ടതെന്നവർ ഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ പോലെ എത്രമാത്രം ഞാൻ ആയി എന്നതല്ല അവരുടെ ചിന്താവിഷയം. 1 പത്രോസ് 2:21 നോക്കുക. ഇതുമൂലം തങ്ങൾ നയിക്കുന്ന സാമാന്യമായ ജീവിതം കൊണ്ട് അവർ തൃപ്തി അടയുന്നു. മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെപ്പറ്റി ബോധ്യമായില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതെങ്ങനെ? പൂർണ്ണതയിലേക്ക് മുന്നേറുവാനുള്ള ആഹ്വാനങ്ങളെ കൊണ്ട് പുതിയ നിയമം നിറഞ്ഞിരിക്കുകയാണ്. ദൈവമനുഷ്യർ സകലത്തിലും തികഞ്ഞവനായി തീരേണ്ടതിനാണ് തിരുവെഴുത്തുകൾ നൽകിയിരിക്കുന്നത് എന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. 2 തിമോത്തിയോസ് 3:16. ഈ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുക്കാത്തത് പരാജയത്തിൽ വീഴുന്നതിന് ഒരു പ്രധാന കാരണമാണ്. അവിശ്വാസം മനുഷ്യരെ പരാജയത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് വിശ്വാസത്താലാണെന്ന് മാത്രമല്ല, തുടർന്നുള്ള ജീവിതം മുഴുവനും വിശ്വാസത്താലാണ് നയിക്കേണ്ടത്. വിശ്വാസം കൂടാതെ യാതൊന്നും ക്രിസ്ത്യ ജീവിതത്തിൽ സാധിക്കുകയില്ല എന്നത് വ്യക്തമായൊരു സത്യമാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ദൈവവചനത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം അതിൻ്റെ ഗൗരവത്തെ വിളിച്ചറിയിക്കുന്നതാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിന് കഴിയും എന്ന വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന പലരും പാപത്തിൽ ഇനിയും വീഴാതെ പരീക്ഷകളുടെ മധ്യേ തങ്ങളെ നിലനിർത്തുവാൻ അവന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരല്ല. ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവിനറിയാം എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നു. ഇത് അവർ വിശ്വസിക്കുന്നില്ലെന്നർത്ഥം. 2 പത്രോസ് 2:9 നോക്കുക. അതിനാൽ വിജയം ജീവിതത്തിൽ പ്രായോഗികമാകുന്നില്ല. കാദേശ് ബർന്നയിലെ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലെ മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ട് അവരെ കീഴടക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാതെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ളവരായി തീർന്നു. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാതെ പോയ ചരിത്രം അത് മുഖാന്തരം ഉണ്ടായതായി പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയുപദേശത്തിനായിട്ടാണ് അതും എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ ശത്രുക്കളേക്കാൾ വലിയവനായ ദൈവം നമ്മോടുകൂടി ഉള്ളതിനാൽ അവരെ കീഴടക്കുവാൻ ദൈവം സഹായിക്കുമെന്ന് വിശ്വസിച്ച യോശുവയും കാലേബും ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിനത് കഴിയും എന്നവർ വിശ്വസിച്ചു. സംഖ്യ 13 നോക്കുക. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കും എന്ന് കർത്താവ് മത്തായി 9:29 പറഞ്ഞിരിക്കുന്നതായി നാം വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ശരിയായി വരുന്നൊരു പ്രമാണമാണ്. ജനങ്ങളുടെ അവിശ്വാസം നിമിത്തം അധികം വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഫർന്നഹൂമിൽ കർത്താവിന് കഴിഞ്ഞില്ല എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായ വിജയം നൽകുന്നതിന് അവിശ്വാസം ഒരു തടസ്സമാണ്.
തന്നെ വിശ്വാസത്തോടെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം പ്രതിഫലം നൽകുന്നതെന്ന് എബ്രായർ 11:6 കാണുന്നു. നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന വിജയകരമായ ക്രിസ്ത്യ ജീവിതവും പാപത്തിൽ നിന്നുള്ള വിടുതലും അനുഭവവേദ്യമാക്കുവാൻ തടസ്സമായിരിക്കുന്നത് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നടത്തുവാൻ കർത്താവിന് കഴിയും എന്ന ബോധ്യമില്ലായ്മയാണ്. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയില്ല എന്ന് റോമർ 6:14 വിശ്വസിക്കുന്നില്ല എന്നത് വിജയം അനുഭവമായി തീരാത്തതിൻ്റെ കാരണമാണ്. അബ്രഹാമിനൊരു പുത്രനുണ്ടാകും എന്ന വാഗ്ദത്തം അവൻ വിശ്വസിച്ചു. ആ പുത്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിൻ്റെ പേര് ബഹുജാതികൾക്ക് പിതാവ് എന്നർത്ഥമുള്ള അബ്രഹാം എന്നായി കഴിഞ്ഞിരുന്നു. തനിക്കും ഭാര്യയായ സാറായിക്കും പുത്രോത്പാദനത്തിനുള്ള കഴിവ് നശിച്ചിരുന്നു എന്നുവരികിലും ദൈവം പറഞ്ഞത് അവൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റി. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള വാഗ്ദത്തം നാം വിശ്വസിച്ച് മുന്നേറുമെങ്കിൽ അത് നമ്മുടെ അനുഭവമായി തീരും. പാപത്തിൻ്റെ ഭോഗത്തെ വിടുവാനും കഷ്ടം സഹിക്കുവാനുമുള്ള മനസ്സില്ലായ്മ മറ്റൊരു ഘടകമാണ്. പാപം താൽക്കാലികമായി സുഖവും സന്തോഷവും നൽകുന്നതാണ്. പാപം ചെയ്യുന്നത് നിമിത്തം ഭൗതികമായ ചില താൽക്കാലിക നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകുകയും പല പ്രയാസങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. അതിനാൽ വിശ്വാസികളായ അനേകരും ഈ പാപത്തിൻ്റെ സുഖങ്ങളെ, ലാഭങ്ങളെ വിട്ടൊഴിഞ്ഞ് കഷ്ടം സഹിക്കുവാൻ മനസ്സില്ലാത്തവരായി പാപങ്ങളെ അതിൻ്റെ താൽക്കാലിക ഭോഗങ്ങൾ നിമിത്തം ഒരളവോളം ഇഷ്ടപ്പെടുന്നവരായിരിക്കുന്നു. ഈ ഭോഗങ്ങൾ വേണ്ട എന്ന് വെച്ച് വിശുദ്ധി പാലിക്കുവാൻ പൂർണ്ണ ഹൃദയമായി ആഗ്രഹിക്കുന്നവർ വളരെയില്ല. എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വിജയജീവിതം സാധ്യമാകുകയുള്ളൂ. എന്നാൽ പാപത്തിൻ്റെ ഭോഗങ്ങളെ ഓരോ ദിവസവും ഓരോ പരീക്ഷയുടെ മധ്യേയും ത്യജിച്ച് ജീവിക്കുന്നതിൽ ഒരു കഷ്ടപ്പാടുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെടുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ പാപം വിട്ടൊഴിയുവാൻ സാധിക്കുകയുള്ളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുത്തു. ഓരോ വിശ്വാസിയും അനുദിനം അനേക പ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടവനാണ്. ഓരോ പരീക്ഷ വരുമ്പോഴും വേണ്ട, ഞാൻ സഹിച്ചുകൊള്ളാം, ഈ പാപത്തിൻ്റെ സുഖവും താൽക്കാലിക ലാഭവും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ, കഷ്ടം തിരഞ്ഞെടുക്കുവാൻ അവൻ മനസ്സുള്ളവനാകണം. ഇത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഇതിന് ആവശ്യമായ കൃപ കർത്താവ് അതിനായി ആഗ്രഹിക്കുന്നവർക്ക് നൽകും എന്നതിന് സംശയമില്ല. നമുക്കിത് വേണ്ടാത്തതുകൊണ്ടാണ് ലഭിക്കാത്തത്. നാം പലപ്പോഴും പാപത്തെ തിരഞ്ഞെടുക്കുകയും കഷ്ടത വേണ്ട എന്ന് വയ്ക്കുകയുമാണ് ചെയ്യുന്നതെന്നത് വളരെ ദുഃഖകരമാണ്. അതാണ് നമ്മുടെ പരാജയ കാരണവും. ഇപ്രകാരം നാം മനസ്സ് വയ്ക്കുമെങ്കിൽ പാപത്തിൽ വീണ് പോകാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയും. ജഡത്തിൻ്റെ മോഹങ്ങളെ നിരസിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന കഷ്ടതയെ വലിയ ധനമെന്ന് നാം എണ്ണുകയും വിജയകരമായ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ചവിട്ടുപടികളായി അവയെ മനസ്സിലാക്കുകയും വേണം. പാപത്തിന് നൽകുവാൻ കഴിയുന്ന എത്ര വലിയ ലാഭത്തെക്കാളും സുഖത്തെക്കാളും ഉപരിയായി ഞാൻ ദൈവത്തെയും അവൻ്റെ വിശുദ്ധിയെയും സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ പാപത്തിൻ്റെ ഭോഗം നിരസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കൂട്ടായ്മ ബന്ധം നഷ്ടമാക്കൽ മറ്റൊരു ഘടകം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് കൂട്ടായ്മ വളരെ ആവശ്യമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്ന ഏത് വ്യക്തിയെയും അപ്പോൾ തന്നെ സഭയോട് ചേർക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47. രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ തന്നെ അവൻ ദൈവസഭയുടെ അംഗമാണ്. പിന്നീടുള്ള നമ്മുടെ ജീവിതം മറ്റ് വിശ്വാസികളോടുള്ള സഹകരണത്തിലും കൂട്ടായ്മയിലും ആയിരിക്കണമെന്ന് തന്നെയാണ് ദൈവം തീരുമാനിച്ചിട്ടുള്ളത്. നാം തലയെ മുറുകെ പിടിച്ചുകൊണ്ട് ശരീരത്തിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്തിയുമാണ് ജീവിക്കേണ്ടതെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് വിശ്വാസിയും ബലഹീനനും പരീക്ഷ നേരിടേണ്ടവനുമാണ്. നാം ഒറ്റയ്ക്ക് സാത്താനെ എതിർക്കുവാൻ ശ്രമിക്കുന്നത് പരാജയത്തിനുള്ള മാർഗമാണ്. എനിക്ക് തനിയെ നേരിടുവാൻ പ്രയാസമായ വിധത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ മറ്റംഗങ്ങളും എന്നെ സഹായിപ്പാൻ ഓടിയെത്തുന്നു. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയിൽ ഘടനപ്പെടാതെ ഇരിക്കേണ്ടതിന് നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ എന്ന് എബ്രായർ 3:13 നമ്മോട് ആവശ്യപ്പെടുന്നു. വഞ്ചിക്കപ്പെടാതെയും പാപത്തിൽ വീഴാതെയും ഇരിക്കുവാൻ ദൈവം തന്നെ വെച്ചിട്ടുള്ള മാർഗമാണ് അന്യോന്യം പ്രബോധിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക എന്നത്. വിശുദ്ധന്മാരുടെ കൂടിവരവുകളെ അലക്ഷ്യമായി വിചാരിക്കരുതെന്ന് എബ്രായർ 10:24 നാം വായിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, തമ്മിൽ പ്രബോധിപ്പിക്കുകയും സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുകയും വേണമെന്ന് അവിടെ തന്നെ നാം വായിക്കുന്നു. ഈ കാര്യം എത്രമാത്രം പ്രധാനമായി ദൈവാത്മാവ് കണക്കാക്കുന്നു എന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രായോഗികമായി തന്നെ മറ്റ് വിശ്വാസികളുടെ സാന്നിധ്യവും സഹവാസവും പാപം ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ മതിയായതാണ്. ഒരുവനുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുവാനും ഒരുവൻ ശരിയല്ലാത്ത പാതയിലേക്ക് തിരിയുന്നത് കണ്ടാൽ അവനെ നേർപ്പാതയിൽ കൊണ്ടുവരുവാനും അവരന് കഴിയും. ഒരുവനേക്കാൾ ഇരുവർ നല്ലത് എന്ന സഭാപ്രസംഗിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അന്യോന്യം വിജയപരാജയങ്ങളെ പങ്കുവയ്ക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും മറ്റും പാപത്തിൽ വീഴാതെ ജീവിക്കുവാൻ വളരെ സഹായകരമാണ്. ഈ വിഷയത്തിൽ കുറവ് വരുത്തുന്നവൻ ആത്മീയമായി പുരോഗമിക്കുകയില്ല എന്നത് നിശ്ചയം. പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും അപര്യാപ്തത മറ്റൊരു ഘടകമാണ്.
ഒരു വിശ്വാസിയുടെ ശ്വാസോച്ഛ്വാസമാണ് പ്രാർത്ഥന. വിശ്വാസിക്ക് ആത്മീയ ആഹാരം ലഭിക്കാനുള്ള ഉപാധിയാണ് ദൈവവചന ധ്യാനം. വായുവും ഭക്ഷണവും ശരിയായി ലഭിക്കാത്ത ഒരുവന് ആരോഗ്യകരമായ അവസ്ഥയിൽ ഇരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുപോലെ ഈ രണ്ട് കാര്യങ്ങളെയും ഉപേക്ഷയായി വിചാരിക്കുന്ന ഒരുവന് അനുദിന ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയില്ല. പ്രാർത്ഥന എന്നത് നമ്മുടെ ആവശ്യങ്ങളെ കേവലം ദൈവത്തോട് അറിയിക്കുക എന്നത് മാത്രമല്ല, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം വ്യക്തമാക്കുന്നത് കൂടിയാണ്. കൃപാസനത്തിനടുത്ത് വന്ന് കൃപ പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇബ്രായർ 4:16. അനുദിനം നേരിടുന്ന ഓരോ പരീക്ഷകളെയും നേരിടുവാൻ അന്നന്ന് ആവശ്യമായ കൃപകൾ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. കൃപ എന്നത് ദൈവാത്മാവിൻ്റെ ശക്തീകരണമാണല്ലോ. 2 Corinthians 12:9. അതില്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരുവൻ ബലഹീനനും പരീക്ഷകളോട് തോൽക്കുന്നവനും ആയിരിക്കും. നാം ജീവിക്കുവാൻ ആവശ്യമായ ശക്തി ഓരോ ദിവസവും പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണല്ലോ. ആ ശക്തിയില്ലാതെ ക്രിസ്തീയ ജീവിതം അസാധ്യം തന്നെ. ദൈവവചനം നമ്മുടെ ജീവിതപാതയിലെ പ്രകാശമാണ്. സങ്കീർത്തനം 119:103. പ്രകാശമില്ലാതെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരുവൻ്റെ അനുഭവമാണ് ദൈവവചനത്തിന് കീഴിൽ ഇരിക്കാത്ത ഒരു വിശ്വാസിക്കുണ്ടാകുക. ഇരുളിൽ അവൻ കാലിടറി വീഴുമെന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് നിമിത്തം തെറ്റായ വഴികളിൽ പോകാതെ അത് സഹായിക്കുന്നതായി സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ദൈവവചനം ഒരു കണ്ണാടിയാണെന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 1:23. ഒരുവൻ്റെ മുഖത്തുള്ള വൈകൃതങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ് കണ്ണാടി. തന്നെത്താൻ വെടിപ്പാക്കുവാനും തൻ്റെ മുഖത്ത് എന്തെങ്കിലും അഴുക്ക് ഇരിപ്പുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുവാനും കണ്ണാടി സഹായിക്കുന്നു. ആത്മീയ ജീവിതത്തിലും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഇതുതന്നെ സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമല്ല, അവയ്ക്കുള്ള പരിഹാരവും വചനം നിർദ്ദേശിക്കുന്നു. തെറ്റായ വഴികളിൽ നടക്കാതിരിക്കുവാൻ ആവശ്യമായ ഉപദേശവും വചനം തരുന്നു. തൻ്റെ വചനത്തിൽ കൂടിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കാതെ വിജയകരമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയ്ക്കായും ദൈവവചന ധ്യാനത്തിനായും സമയമെടുക്കുന്ന ഒരുവൻ ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. വീഴാതെ ജീവിപ്പാൻ ഈ കാര്യങ്ങൾ അവനെ സഹായിക്കുമെന്നതിന് സംശയമില്ല. ആത്മനിറവില്ലായ്മ മറ്റൊരു ഘടകം. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞവരല്ല. അതായത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നർത്ഥം. എഫേസ്യർ 5:17 ആത്മാവിനാൽ നിറയുവിൻ എന്ന കൽപ്പനയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെയും ആത്മാവിൻ്റെ നിയന്ത്രണത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അംഗീകരിക്കുക എന്നതാണ് ആത്മനിർവ്വഹം. പലരും തങ്ങളുടെ രക്ഷകനായി യേശുക്രിസ്തുവിനെ വിചാരിക്കുന്നു. എന്നാൽ തങ്ങളുടെ കച്ചവടം, വീട്ടുകാര്യങ്ങൾ, പഠനകാര്യങ്ങൾ, കുടുംബജീവിതം, രഹസ്യജീവിതം ഇവയുടെ മേൽ കർത്തൃത്വം യേശുക്രിസ്തുവിന് കൊടുത്തിട്ടില്ല. അതിനാൽ പരാജയത്തിൻ്റെ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. കർത്താവിന് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ഒരുവന് വിജയിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെ? ജീവിതത്തിൻ്റെ സകല തലങ്ങളെയും മനഃപൂർവ്വമായി ദൈവാത്മാവിന് കീഴ്പ്പെടുത്തി അവൻ്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഇതിന് പരിഹാരം. പരിപൂർണമായി ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് പാപത്തിൽ വീഴേണ്ട കാര്യമില്ല. ദൈവാത്മാവിൻ്റെ നേരിയ ശബ്ദം പാപത്തിൻ്റെ പാതകളെ വിട്ടൊഴിഞ്ഞുകൊള്ളുവാൻ അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപകട സൂചന ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് ജീവിക്കുന്നവൻ വീഴുകയില്ല. ആത്മീയ ജീവിതത്തിലെ സകല വീഴ്ചകൾക്കുമുള്ള പരിഹാരമാണ് ആത്മനിർവ്വഹം. നാം ഇതുവരെ ശ്രദ്ധിച്ച ഈ 9 കൂട്ടം കാര്യങ്ങളിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കുമെങ്കിൽ വീഴാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, പരാജയത്തിലേക്ക് എന്നെ നയിക്കുന്ന ഓരോ ചതിക്കുഴികളിൽ നിന്നും മനഃപൂർവ്വമായി ഒഴിഞ്ഞു ജീവിക്കുവാനും ദിനംതോറും അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനും വേണ്ട കൃപ നൽകണമേ. ആമേൻ.